പാതിവില തട്ടിപ്പിൽ നിർണായക വെളിപ്പെടുത്തലുമായി NGO കോൺഫെഡറേഷൻ ട്രസ്റ്റ് ബീന സെബാസ്റ്റ്യൻ. ആനന്ദ് കുമാറും അനന്തു കൃഷ്ണനും തമ്മിൽ കരാറുകൾ ഉണ്ടായിരുന്നു. പദ്ധതികൾ രൂപീകരിച്ചതും നടപ്പാക്കിയതും ഇരുവരും ചേർന്നെന്നും ബീന സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കണക്കുകൾ പലതവണ ചോദിച്ചിട്ടും ഇരുവരും ബോർഡിന് കൈമാറിയില്ല. ആനന്ദ് കുമാർ വാട്സാപ്പിലൂടെയാണ് രാജിവെച്ചതെന്നും ബീന സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ബീനയ്ക്ക് അനന്തുവിനെ പരിചയപ്പെടുത്തുന്നത് ആനന്ദ് കുമാറാണ്. പാതിവില തട്ടിപ്പ് കേസിൽ നിർണായക വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷൻ ട്രസ്റ്റിയായ ബീന സെബാസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെ: അനന്തകുമാർ ഈസ് ദ മാനേജിംഗ് ട്രസ്റ്റി, ലൈഫ് ലോങ് മാനേജിംഗ് ട്രസ്റ്റിയും ഇതിൻ്റെ ഈ ബിസിനസ്സിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അനന്തുവിനുമാണ്. ബീനയ്ക്ക് അനന്തുവിനെ പരിചയപ്പെടുത്തുന്നത് ആനന്ദ് കുമാറാണ്. പദ്ധതിയുടെ നടത്തിപ്പ് ബൾക്ക് പർച്ചേസിലെ ഡിസ്കൗണ്ട് വഴിയെന്നാണ് ബീന ഉൾപ്പെടെയുള്ള ട്രസ്റ്റുകളോട് പങ്കുവച്ചത്. കമ്പനികളിൽ നിന്ന് ബൾക്ക് പർച്ചേസ് വരുമ്പോൾ ഒരു മാർജിൻ കിട്ടും. പിന്നെ ഡീലർമാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ കമ്മീഷൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിത് അനന്തുവിനോട് ചോദിക്കുകയും ചെയ്തു, ഇതെങ്ങനെയാണ് ഈ 50% ഇത് എത്ര കമ്മീഷൻ തന്നെന്ന് പറഞ്ഞാൽ ഒരു 30% മാക്സിമം കിട്ടും. അതിൽ കൂടുതൽ പിന്നെയും ഉണ്ടല്ലോ, അതെവിടെ നിന്ന് കിട്ടും? അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു. സ്കൂട്ടർ വിതരണം മുടങ്ങിയപ്പോൾ അനന്തുവിനോട് വിശദീകരണം ചോദിച്ചു. ചുമ്മാതെ വന്നൊരു ദിവസം ഇദ്ദേഹത്തിന്റെ ഈ അക്കൗണ്ട് മുഴുവനും ഫ്രീസ് ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അനന്തു. ഞങ്ങൾ അനന്തുവിനോട് പറഞ്ഞു, അനന്തു ഇത് എത്രയും വേഗം ഇത് കൊടുത്തു തീർക്കണം, ഇങ്ങനെ വെക്കാൻ സാധിക്കില്ല. ആളുകൾ പരാതി ഉന്നയിച്ചപ്പോഴാണ് ആനന്ദകുമാറിനെ അറിയിച്ചത്. പലരും സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരാതികൾ പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അനന്തകുമാർ സാറിനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ ആൾക്കാർക്കൊന്നും സാധനങ്ങൾ കിട്ടുന്നില്ല, ഇതെന്താണ്? എനിക്കറിയില്ല, അയാളൊന്നും തന്നില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. അപ്പോഴും അനന്തു പണപ്പിരിവ് തുടർന്നു. വിഷയം ഗുരുതരമാകുമെന്ന് ഉറപ്പായതോടെ ആനന്ദകുമാർ രാജിവെച്ചു. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ നിന്നും മാറുകയാണ് എന്നാണ് ഞങ്ങളെ അറിയിച്ചത്. പക്ഷെ മാറിയതായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. വേറെ ആരും ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റും ഇല്ല. സംശയം ഉയർന്നപ്പോൾ കണക്കുകൾ ചോദിച്ചു. ആ കണക്കുകൾ ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ ഇത് മീറ്റ് ചെയ്യുമ്പം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു പോകും. ട്രസ്റ്റിലെ ബോർഡ് അംഗങ്ങൾ ബൈലോ കണ്ടത് രജിസ്ട്രേഷന് തൊട്ട് മുമ്പ് മാത്രം. ബൈലോയും ട്രസ്റ്റ് ഡീഡും ഒക്കെ ഞങ്ങൾ രജിസ്ട്രേഷന് പോകുന്നതിന്റെ ഒരു 1.25 മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ ഇത് കാണുന്നത്. അതേസമയം പാതിവില തട്ടിപ്പിൽ ഇന്നും പരാതികൾ വന്നു. പത്തനംതിട്ടയിലെ തിരുവല്ല പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനുകളിലാണ് പരാതിക്കാരെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.